ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് റബ്ബ് വലിയ വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് ആ ഇഷ്ടത്തിനനുസരിച്ച് ആ തോതനുസരിച്ച് അള്ളാഹു സമീപിക്കുമ്പോൾ അള്ളാഹുവിന്റെ മഹത്തുക്കളായ അടിമകൾ ആ പരീക്ഷണത്തിൽ വിജയം പ്രാപിക്കുമ്പോൾ കേവല വിജയം എന്നല്ല സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത്. വൈദിബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്ത്, പലവട്ടം അള്ളാഹു പരീക്ഷിച്ചു. ബികലിമത്ത് എന്നല്ല ബികലിമാത്ത് എന്നാണ് പറഞ്ഞത്. പല പ്രാവശ്യം അള്ളാഹു ജീവിതത്തിന്റെ തീക്ഷ്ണമായ നിമിഷങ്ങളിൽ മനുഷ്യൻ എന്ന നിലയിൽ സഹിക്കാവുന്നതിന്റെയും ക്ഷമിക്കാവുന്നതിന്റെയും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ആവർത്തിച്ച് പലവട്ടം സംഭവിച്ചു. ഈ പരീക്ഷണങ്ങളിലൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർക്ക് ഖുർആൻ പറയുന്നു പൂർണ്ണ മാർക്കായിരുന്നു. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പൂർണ്ണ മാർക്ക് വാങ്ങിയ ആളാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഖലീൽ പദവി കിട്ടിയ മഹാൻ. ജീവിതത്തിൽ പ്രിയപ്പെട്ടതെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെല്ലാം മൂല്യമുണ്ടെന്ന് സങ്കല്പിക്കുന്ന സാധാരണക്കാരായ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ത്യാഗം എന്നത് എങ്ങനെ എന്ന് വായിക്കാൻ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം കൊണ്ട് മാത്രമാണ് കഴിയുക. എന്താ ത്യാഗം? പ്രിയപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ കഴിയുക ഈ മനസ്സ്. പ്രിയപ്പെട്ടത് കൊടുക്കുന്നതിൽ അളന്നു മുറിച്ച് അതിന്റെ തോതിനെ കൃത്യപ്പെടുത്തി അതിൽ വലിയ കാര്യമായി സങ്കല്പിച്ചുകൊണ്ട് താൻ ചെയ്തത് വലിയ കാര്യമാണെന്ന് ഓർത്തുകൊണ്ട് താൻ ചെയ്തതിന്റെ മഹത്വത്തെ എപ്പോഴും അയവറക്കുകയും ആ അർത്ഥത്തിൽ നന്മയെ നാം നമ്മുടെ കയ്യിലുള്ള താല്പര്യം എന്ന് പറയുന്ന അളവുകോല് വെച്ചുകൊണ്ട് തിട്ടപ്പെടുത്തുകയും ചെയ്തുകൊടുത്ത് പ്രിയപ്പെട്ടത് മുഴുവനും അള്ളാഹുവിന് സമർപ്പിച്ചു എന്ന ഒരു ജീവിതം കൊണ്ടാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിന്റെ ചുവട്ടിൽ മനുഷ്യർക്ക് മുഴുവനും പിതൃത്വ പദവിയിൽ മില്ലത്തിന്റെ പിതാവായി അലങ്കരിച്ചത്. അള്ളാഹു ആ മഹാന്റെ റുഫഖായിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ സൃഷ്ടാവായ തമ്പുരാനോടുള്ള അദമ്യമായ സ്നേഹത്തിലും താല്പര്യത്തിലും പ്രിയപ്പെട്ടത് സമർപ്പിക്കുക എന്ന ത്യാഗത്തെ കൊണ്ടുവരുന്നിടത്ത് നിരവധി വചനങ്ങൾ പറയുന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَمِنَ النَّاسِ مَن يَشْرِي نَفْسَهُ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَاللَّهُ رَءُوفٌ بِالْعِبَادِ. സൂറത്തുൽ ബഖറ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അവരുടെ ശരീരത്തെ അള്ളാഹുവിന് വിറ്റു. അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിയിട്ട് റബ്ബിന് വേണ്ടി അവരുടെ ശരീരത്തെ വിറ്റു. അള്ളാഹു തആല അവന്റെ അടിമകളോട് കൃപയുള്ളവനാണ്. സൂറത്തുൽ ബഖറ. ത്യാഗമാണ് ഈ പറഞ്ഞത്. പിന്നെയും കാണാം സൂറത്ത് തൗബ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നah. മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കൊടുത്തുകൊണ്ട് മുഅ്മിനീങ്ങളുടെ സമ്പത്തും ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങി എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പിന്നെയും കാണാം മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. ആരാ അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറ്? അള്ളാഹുവിന് കടം കൊടുത്താൽ അള്ളാഹു അത് തിരിച്ചു നൽകുമ്പോൾ മനോഹരമായി അള്ളാഹു നിറവേറ്റും. ഇരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകും. അള്ളാഹു കടം സ്വീകരിക്കും. എന്താ അള്ളാഹ്ക്ക് കടം കൊടുക്കാനുള്ള? നമ്മുടെ പ്രിയപ്പെട്ട താല്പര്യങ്ങൾ. അങ്ങനെ താല്പര്യങ്ങളെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചോടത്താം. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് വന്നു പോയവർക്ക് മുഴുവനും മാതൃകയായത് എന്താ? റബ്ബിന് വേണ്ടി സമർപ്പിച്ചത്. താലോലിച്ചു കൊണ്ട് നടന്ന പ്രിയപ്പെട്ട മകൻ. 20 വയസ്സിൽ ശരാശരി ഒരാൾക്കൊരു കുട്ടി ജനിച്ചാൽ ഒരു പിതാവിന്റെ സ്നേഹമല്ലേ? 20 എന്നത് 40 വയസ്സിലെത്തുമ്പോൾ പിതാവിന്റെയും സ്നേഹം. 60 വയസ്സിലാണ് കുഞ്ഞു ജനിക്കുന്നതെങ്കിൽ പിതാവിന്റെയും അദ്ദേഹത്തിന്റെ മുകളിലുള്ള 2 പിതാക്കളുടെയും സ്നേഹം. എന്നാൽ 60മല്ല 80മല്ല 87ാമത്തെ വയസ്സിൽ ഒരു പൊന്നുമോനെ അള്ളാഹു നൽകുമ്പോൾ
എത്ര തലമുറയിലെ പിതൃത്വത്തിന്റെ വാത്സല്യം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടായിരിക്കും പൊന്നുമോനെ താലോലിച്ചിട്ടുള്ളത്, താരാട്ട് പാടിയിട്ടുള്ളത്. ആ പൊന്നുമോൻ 87ാമത്തെ വയസ്സിൽ പിതാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പിന്നെയും 13 കൊല്ലം ആ പൊന്നുമോന്റെ കാൽ ചിലമ്പുകളെ കാലെ കൂട്ടി കണ്ടുകൊണ്ട് താലോലിച്ചുകൊണ്ട് വലിയ ഭാവിയെ പ്രതീക്ഷിച്ചുകൊണ്ട് വളർത്തുന്നു. ഇപ്പോൾ ഖലീലുള്ളാഹി തങ്ങൾക്ക് വയസ്സ് 100 എന്ന് പറഞ്ഞാൽ 5 തലമുറയിലെ പിതൃത്വത്തിന്റെ വാത്സല്യവും സ്നേഹവും മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് തന്റെ ആൺതരിയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അലംഘനീയമായ അറിയിപ്പ് വരുന്നത്, പൊന്നുമോനെ അറുക്കണമെന്ന്. ആർക്കാ ഇത് സമർപ്പിക്കാൻ കഴിയാ? ത്യാഗത്തിന്റെ മാർഗത്തിൽ ആർക്കാ ഇങ്ങനെ കൊടുക്കാൻ കഴിയാ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, സയ്യിദുനാ ഖലീലുള്ളാഹി നബി ഇബ്രാഹിം ഈ സ്വപ്നം കണ്ടിട്ട് പൊന്നുമോന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. വാപ്പ മകനോട് പറയാ, ഞാൻ നിന്നെ അറുക്കണമെന്നാ സ്വപ്നം കണ്ടത്. മകന്റെ മറുപടി പിന്നെയും കൂടുതൽ മനസ്സിനെ സങ്കടപ്പെടുത്താണ്. എന്റെ പൊന്നിന്റെ വർത്തമാനം, ആ പൊന്നുമോന്റെ വർത്തമാനം, യാ അബതി ഫഅൽ മാ തുഅ്മർ, അല്ലാഹ് കൽപ്പിച്ചതൊക്കെ ചെയ്തോ. ആ മകൻ എതിർത്ത് നിന്നിരുന്നുവെങ്കിൽ പിതാവിന്റെ മനസ്സിൽ മകനോട് അരിശവും കയറി വന്ന് സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞേക്കാം. ഇത് മകൻ വാപ്പയുടെ അഭിപ്രായത്തോട് യോജിച്ചു പറഞ്ഞപ്പോ അലിവും സ്നേഹവും ഇരട്ടിയായി. അങ്ങനെയുള്ള മോനെ ഇനി അറക്കേണ്ടത്. അത് അറക്കാൻ ഏൽപ്പിച്ച പോരാ, സ്വന്തം കൈകൊണ്ട് അറക്കണം. ഇതുപോലെ ഒരു പരീക്ഷണത്തെ കുറിച്ച് മറ്റൊരു ഇടത്തും ഒരു പ്രവാചകന്റെയും ജീവിതത്തെ അവതരിപ്പിച്ചോടത്ത് പറയാതെ ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ എന്ന് സൂറത്ത് സാഫാത്ത് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു. ഇതൊരു വല്ലാത്ത പരീക്ഷണമായിരുന്നു. ആദ്യം സ്വപ്നം കണ്ടു. മജാലിസുൽ അബ്റാർ എന്ന ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് കാണാം. ആദ്യം സ്വപ്നം കണ്ടപ്പോൾ മഹാനവറുകൾ സ്വപ്നത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് അമ്പിയാക്കളുടെ സ്വപ്നം വഹിയാണ്. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹു നൽകുന്ന സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങൾ വഹിയിന്റെ 46-ൽ ഒരു അംശമാണെന്ന് മുഹമ്മദ് നബി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തെരഞ്ഞെടുത്തവർക്ക് കൊടുക്കുന്ന ഒരു മഹത്തായ ഭാഗ്യമാണിത്. ആദ്യം സ്വപ്നം കണ്ടപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു ബലിയർപ്പണമായിരിക്കും. അങ്ങനെ ഏറ്റവും തടിച്ചു കൊഴുത്ത തന്റെ ആട്ടിൻപറ്റങ്ങളിൽ നിന്നും 100 അറുത്തതിന്റെ മാംസം ദാനം ചെയ്തു. സാധാരണ അങ്ങനെ അള്ളാഹു ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായ ആകാശത്ത് നിന്നും തീയിറങ്ങി വരലാണ്. അതും സംഭവിച്ചു. അള്ളാഹു തന്നെ അറിയിച്ചത് നിറവേറ്റിയെന്ന ആത്മതൃപ്തിയിലൂടെ കഴിയുമ്പോഴാ പിന്നെയും സ്വപ്നം ആവർത്തിച്ചു. അപ്പോൾ ആട് പോരാ, ഒട്ടകം തന്നെ ആവട്ടെ എന്ന് വെച്ച് 100 ഒട്ടകത്തെ അറുത്തു. പറയപ്പെട്ട പോലെ തന്നെ ബലി ദാനം ചെയ്തു. ആകാശത്തിൽ നിന്നും പിന്നെയും തീയിറങ്ങി വന്നു. സ്വപ്നം സാക്ഷാത്കാരമായി എന്ന് ആ ആത്മതൃപ്തിയോടുകൂടെ കഴിയുമ്പോഴാണ് മൂന്നാമത് പറയുന്നത്, ഒരാൾ വന്ന് പറയുന്ന പോലെ നിന്റെ മകൻ ഇസ്മായിലിനെ തന്നെ അറുക്കണം എന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. അപ്പോഴാണ് മഹാനവറുകൾ ആ ഉറക്കിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നത്. മഹാനവറുകൾ ചാടി എഴുന്നേറ്റുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോനെ അണച്ചു പിടിച്ചിട്ട് തേങ്ങലടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി സയ്യിദുനാ ഇബ്രാഹിം. പുത്രവാത്സല്യത്തിൽ 5 പിതാക്കളുടെ മനസ്സിന്റെ അകത്ത് തിങ്ങി നിൽക്കുന്ന സ്നേഹവാത്സല്യത്തോട് കൂടെ തന്നെയാ പൊന്നുമോനെ അറുക്കാൻ അള്ളാഹുവിന്റെ ഖലീൽ തയ്യാറായത്. ഈ ജീവിതമല്ലേ കൊടുക്കാനുള്ള ആർദ്രമായ മനസ്സ്. ആർക്ക് കൊടുക്കാൻ? അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ആർക്കും കൊടുക്കാൻ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീൽ പദവിയിലേക്ക് തെരഞ്ഞെടുത്തതിന്റെ കാരണവും അത് തന്നെയാണ്. സൂറത്തുൻ നിസാഇന്റെ 127-ാമത്തെ ആയത്തിന് വ്യാഖ്യാനം പറയുന്നോടത്ത് അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്റെ തീൻമേശയുടെ മുന്നിൽ ഒരു വിരുന്നുകാരൻ വേണം. അതാണ് ശീലം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്റെ ഭക്ഷണ തളികയുടെ മുന്നിൽ തന്നോടൊപ്പം ആ പാത്രത്തിൽ കൈയൂന്നാൻ മറ്റൊരു അതിഥി വേണം.
കാന അബൽ ളിഫാൻ, വിരുന്നുകാരുടെ പിതാവ് സയ്യിദന ഇബ്രാഹിം. അങ്ങനെ തന്റെ വിരുന്നുകാരനെ തേടി പുറത്തേക്ക് പോയി. പക്ഷെ അന്ന് ആരെയും കിട്ടിയില്ല. ഫലം യജിദ് അഹദൻ യുളീഫുഹു, വീട്ടിലേക്ക് നിരാശയോടുകൂടെ വന്നു. മഹാനവറുകളുടെ വീടാവട്ടെ 4 പൂമുഖങ്ങളാ ഉള്ളത്. 4 പൂമുഖം. ഏത് പൂമുഖത്ത് വന്നാലും ഒരു അതിഥിയും തിരിച്ചു പോവാൻ പാടില്ല. എവിടെ നോക്കിയാലും ആ വീടിന്റെ 4 പൂമുഖങ്ങളിൽ ഇത് തന്നെയാണ് മുൻവശം എന്ന് ധരിച്ചു വന്നാൽ അനി അപ്പുറത്തേക്ക് എങ്ങനെയാ പോവാന്നോർത്ത് മടിക്കണ്ട. 4 പൂമുഖമുണ്ട്. 4 പൂമുഖത്ത് 4 തരത്തിൽ അതിഥികൾ എത്തിക്കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം. തന്റെ വീട്ടിലേക്ക് നിരാശനായി അതിഥിയെ കിട്ടാത്തതിന്റെ വിഷമം കൊണ്ട് ഖലീലുല്ലാഹി തങ്ങൾ വരുമ്പോ സുബ്ഹാന റബ്ബി ഫവജദ ഫീഹാ റജുലൻ ഖായിമാ, തന്റെ വീടിന്റെ അകത്തൊരാൾ നിൽക്കാണ്. മഹാനായ ഖലീലുല്ലാഹി തങ്ങള് വിനയത്തോടുകൂടെ ചോദിച്ചു, യാ അബ്ദല്ലാഹ് മാ ദഖലക ദാരി ബിഗൈരി ദീനി, സഹോദരാ ആരാ നിങ്ങളെ എന്റെ വീടിന്റെ അകത്തേക്ക് കടക്കാൻ അനുവാദം തന്ന് ഇങ്ങോട്ട് ആനയിച്ചത്? മഹാനായ ഖലീലുല്ലാഹി തങ്ങളോട് ആഗതൻ പറയാ, ദഖൽതുഹാ ബിഇദ്നി റബ്ബിഹാ, ഈ ഭവനത്തിന്റെ യഥാർത്ഥ ഉടമയായ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പ്രവേശനം നൽകാൻ എനിക്ക് അനുവാദം തന്നത്. ഈ വീടിന്റെ യഥാർത്ഥ ഉടമ. അസാധാരണമായ മറുപടി, ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന മറുപടി. ഈ വീടിന്റെ യഥാർത്ഥ ഉടമ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, തമ്പുരാനാണ് എന്നെ ഇങ്ങോട്ട് കടത്തിയത്. ഈ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ആ മറുപടിയിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, മന്നന്ത, ആരാണ് താങ്കൾ? ആഗതൻ പറയുന്നു, അന മലക്കുൽ മൗത്ത് ഇസ്രായീൽ, ഞാൻ മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ. ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽപ്പുണ്ടാവും. ഒന്ന് ഉറക്കെ പറഞ്ഞ സയ്യിദുനാ ഇസ്രായീൽ. പേടിച്ചിട്ടാണോ പറയാതിരുന്നത്? ഖലീലുല്ലാഹി തങ്ങളുടെ കൂട്ടുകാരനാ. എല്ലാ അമ്പിയാക്കളെ കാണാൻ പോക്ക് പതിവാ. അമ്പിയാക്കളെ കാണാൻ ചൊല്ലും. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ ഖാബിദുൽ അർവാഹ് എന്ന പദവിയിലിരിക്കുന്ന മുഖറബായ മലക്ക് ഇസ്രായീലാണ്. എന്നെ എന്റെ റബ്ബ് അങ്ങയിലേക്ക് പറഞ്ഞയച്ചതൊരു വിവരം പറയാനാണ്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഖലീൽ പദവിയിലേക്ക് ഒരു മഹാനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വിവരം അങ്ങോട്ട് പറയാനാ വന്നത്. അങ്ങയോട് ആ വിവരം പറയട്ടെ. അള്ളാഹുവിന്റെ ഖലീൽ എന്ന പദവിയിലേക്ക് ഒരു മനുഷ്യനെ അള്ളാഹു തെരഞ്ഞെടുത്തു. ഇബ്രാഹിം നബിക്ക് അപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ മനസ്സിന്റെ ഓരങ്ങളിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു പദവി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ഇസ്രായീലിനോട് ചോദിക്കാ, ഇൻ അഖ്ബർതനി ബിഹി കാന സുമ്മ കാന ബിഅഖ്സൽ ബിലാദി ലാതിയന്നഹു സുമ്മ ലാ ബറഹു ലഹു ജാറൻ ഹത്താ യുഫർരിഖ ബൈനനൽ മൗത്ത്. അങ്ങനൊരു മനുഷ്യൻ അള്ളാന്റെ ഖലീൽ പദവിയിൽ ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയോ, അദ്ദേഹത്തിന്റെ നാട് പറയോ, ഞാൻ അദ്ദേഹത്തെ ഏതറ്റം വരെ പോയി സഞ്ചരിച്ച് യാത്ര ചെയ്ത് പോകേണ്ടി വന്നാലും ഞാൻ പോയി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അയൽവാസിയായി കഴിഞ്ഞുകൊള്ളാം. ഒന്ന് കാണാൻ അദ്ദേഹം ആരാന്നൊന്ന് പറയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മനസ്സിൽ താനാവും എന്ന് ചിന്തിച്ചതേയില്ല. അത്ര കണ്ട് വിനയം. ഇസ്രായേൽ അത്ഭുതപ്പെടുന്നു. പറഞ്ഞു, ആ അടിമ അങ്ങ് തന്നെയാ, ആ അടിമ അങ്ങ് തന്നെയാ. അന, ഞാനോ നഅം നഅം, അങ്ങ് തന്നെയാണ് അടിമ. അല്ലാഹു ഏതടിസ്ഥാനത്തിലാ അവന്റെ ഖലീൽ പദവിയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തത്? ഇസ്രായേൽ പറയുന്നു, അല്ലാഹുവിന്റെ പൊരുത്തം വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും അങ്ങ് കൊടുക്കുന്നു, ആരോടും അങ്ങേക്ക് വേണ്ടി ഒന്നും ചോദിക്കുന്നില്ലല്ലോ. കൊടുക്കാനുള്ള മനസ്സ് അത് പൊന്നുമോനയാണെങ്കിലും അങ്ങനെ തന്നെ. ഏതറ്റം വരെ പോയി? ആകാശത്തിന്റെ സീമകളിൽ മലക്കുകൾ പോലും ഈ അത്ഭുത പ്രതിഭയെ കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സംവദിക്കാൻ ചെന്നല്ലോ. അള്ളാഹുവേ, ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ മുതലാളിയല്ലേ സയ്യിദുനാ ഇബ്രാഹിം. മലക്കുകളുടെ പ്രതിനിധിയായി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചെന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവേ, ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ എങ്ങനെയാണ് ഖലീൽ പദവിയിലേക്ക് എത്തുക? റബ്ബേ, ഒന്ന് പരീക്ഷിക്കണമല്ലോ. അങ്ങനെയുണ്ട്. മുതലാളിയായ ദീനില്ലാന്നൊരു തോന്നലുണ്ട്. അങ്ങനെയൊന്നുമില്ല. സമ്പത്തിനെ തെറ്റിദ്ധരിച്ചു പോയി. അല്ലാഹുവേ, ആകാശത്തിന്റെ ചുവട്ടിൽ മനുഷ്യകുലത്തിൽ ഇത്രയും വലിയ ഒരു മുതലാളി എങ്ങനെയാണ് അല്ലാഹുവേ നിന്റെ ഖലീലാവാ?
സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളുടെ പ്രതിനിധിയായിട്ട് മഹാനായ ജിബ്രീലിനോട് അല്ലാഹു പറയാ, നീ പോകണം, ലാ തൻദുറു ഇലാ സൂറത്തി അബ്ദി വലാ ഇലാ മാലിഹി, എന്റെ പ്രിയപ്പെട്ട അടിമയുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല നിങ്ങൾ നോക്കേണ്ടത്, വലാകിൻ ഇലാ ഖൽബിഹി വ അഅമാലിഹി. ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ അലൈഹിസ്സലാം ഹൃദയത്തിലേക്കും അദ്ദേഹത്തിന്റെ അമലുകളിലേക്കും നോക്ക്. മഹാനവറുകൾ വലിയ മുതലാളിയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളെ കാണാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഇബ്രാഹിം നബിക്ക് ജിബ്രീലിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മിഷ്കാത്തുൽ അൻവാർ ഈ സംഭവം രേഖപ്പെടുത്തുന്നത് കാണാം. ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ഒരു കുന്നിന്റെ മുകളിലാ ഖലീലുള്ളാഹി തങ്ങൾ, ഒരു കുന്നിന്റെ മുകളിൽ ഒരു ആട്ടിടയനെ പോലെ. ആര്? സയ്യിദുനാ ഇബ്രാഹിം. ആ കുന്നിന്റെ താഴ്വാരത്തിൽ വലിയ ഒരു മരുഭൂമിയിലെ മണൽത്തരികൾ പോലെ പരന്ന് പ്രവിശാലമായി കാണപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആട്ടിൻപറ്റങ്ങൾ. ആ ആടുകളെ മേയ്ക്കാനും ആടുകൾക്ക് കാവൽ നിൽക്കാനും തന്റെ കൃഷിഭൂമിക്ക് കാവൽ നിൽക്കാനും 12,000 കാവൽ നായ്ക്കൾ ഉണ്ടായിരുന്നു. 12,000 കാവൽ നായ്ക്കൾ. കൃഷിക്ക് വേണ്ടി, കാവലിന് വേണ്ടി നായ്ക്കളെ വളർത്തൽ അനുവദനീയമാണ്, വീട്ടിൽ വളർത്തൽ മാത്രമാണ്. അത്തരം വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒഴിവാക്കേണ്ടതാണ്. കാരണം നായ ഉള്ള വീട്ടിൽ മലക്ക് കയറൂല. അള്ളാഹു ഭൂമിയിൽ പടച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും മനുഷ്യന് ഉപകാരമുള്ളതാണ്. ഖലീലുള്ളാഹി തങ്ങളുടെ നായ്ക്കള്, തന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് കാവൽ നിൽക്കാൻ മഹാനവറുകൾ കൊണ്ടു നടക്കുന്ന നായ്ക്കള് 12,000 നായ്ക്കൾ. ആ നായയിൽ ഓരോ നായയുടെ കഴുത്തിലും ഒരു വലിയ സ്വർണ്ണ വള ഇട്ടിട്ടുണ്ട്. ജിബ്രീൽ ആദ്യം ചോദിച്ചത് അതാ, ഇത്ര വിലപിടിപ്പുള്ള ഈ സ്വർണം എന്തിനാണ് നായയുടെ കഴുത്തിൽ അങ്ങ് ഇട്ടത് എന്നാ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, ഞാൻ ആ കഴുത്തിൽ ഇട്ടത് നജസിനോട് നജസിനല്ലേ ബന്ധമുള്ളത്. സ്വർണം ഈ ദുനിയാവിന്റെ അലങ്കാരം, മഹാനവറുകൾക്ക് ഒരു നജസ് പോലെ, ഒരു നികൃഷ്ട വസ്തു പോലെ അങ്ങനെയാ കണ്ടത്. അതുകൊണ്ട് നായക്കിരിക്കട്ടെ അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകളുടെ സ്വർണത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു. ഒരു കുന്നിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ആട്ടിടയനെ പോലെ ഇത്രയും വലിയ മുതലാളി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനവറുകളോട് ജിബ്രീൽ ചോദിക്കാം, വേഷപ്രച്ഛന്നനായി വന്ന ജിബ്രീൽ ചോദിക്കാം, ഞാൻ അങ്ങയോട് ഇതിൽ നിന്നും ഒരു ആടിനെ ചോദിച്ചാൽ എനിക്ക് തരുമോ? ഖലീലുള്ളാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ നിനക്ക് വെറുതെ തരാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. നീ ഒരു ദിക്ർ ചൊല്ലുമോ? എന്റെ റബ്ബിനെ കുറിച്ചൊന്ന് പറയുമോ? ഞാനൊന്ന് കേൾക്കട്ടെ, എനിക്ക് കേൾക്കാൻ മോഹമുണ്ട്. അത് കേൾക്കുന്ന സന്തോഷത്തോടുകൂടെ തരാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ ചൊല്ലുകയാണ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ റബ്ബുൽ മലായികത്തി വറൂഹ്. ഈ ദിക്റങ്ങ് ചൊല്ലുമ്പോൾ ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ കണ്ണങ്ങ് ചാലിട്ടൊഴുകുന്നു. അള്ളാഹിനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ നോക്കത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന തന്റെ ആട്ടിൻകൂറ്റങ്ങളെ കണ്ടുകൊണ്ട് മഹാനവറുകൾ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, ഈ ആട്ടിൻപറ്റങ്ങളിൽ ആദ്യത്തെ 3-1 ഈ ഒരൊറ്റ ദിക്റിന് വേണ്ടി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒറ്റ ദിക്റിന് പകരമായി ഒരാട് ചോദിച്ചു കൊടുത്ത് ലക്ഷക്കണക്കിന് ആടുകളെ കൊടുത്തു. പിന്നെയും പറഞ്ഞു, ഒന്നുകൂടി ചൊല്ലുമോ? ഞാൻ ആ ദിക്റിന്റെ മഹത്വം ഒന്ന് കേൾക്കട്ടെ, മധുരമൊന്ന് നുകരട്ടെ. സയ്യിദുനാ ജിബ്രീൽ പിന്നെയും ചൊല്ലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ റബ്ബുൽ മലായികത്തി വറൂഹ്. പിന്നെയുണ്ടായിരുന്ന ശേഷിക്കുന്ന ആട്ടിൻപറ്റങ്ങളിൽ പകുതിയും നൽകി. ഇപ്പൊ 3-2 ജിബ്രീലിന്റെ കയ്യിലാ, 3-1 ബാക്കിയുള്ളൂ. പിന്നെയും ചോദിച്ചു, ഒന്നുകൂടി അങ്ങ് ചൊല്ലുമോ? അങ്ങയുടെ വായ്ക്കകത്ത് നിന്നും ആ ദിക്ർ പുറത്തു വരുമ്പോൾ എന്തോ ഒരു ചന്തമാണ്. ജിബ്രീൽ 3-മതും ദിക്ർ ചൊല്ലി ശേഷിക്കുന്ന 3-1 ഖലീലുള്ളാഹി തങ്ങൾ ദാനമായി കൊടുത്തു. എന്നിട്ടും മതിയാവുന്നില്ല. അല്ലാ എന്ന് കേട്ടാൽ മനസ്സ് പിടയുന്ന ഈമാനിന്റെ ഉടമയായ, അതുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കണ്ണു നിറയ്ക്കുന്ന ഈമാനിന്റെ ഉടമയായ ഖലീലുള്ളാഹി തങ്ങളുടെ കയ്യിൽ ഇനി കൊടുക്കാൻ ആടുകളേ ഇല്ല. 3-മത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ ആടുകളെയും കാവൽ നായ്ക്കളെയും ആട്ടിടയന്മാരെയും ഒക്കെ നൽകി.
ഇനി ഒന്നുമില്ല. നാലാമതും അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാനുള്ള മോഹം കൊണ്ട് ജിബ്രീലിനെ തിരിച്ചറിയാതെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് പറയാ, നാലാമതൊന്ന് നീ ചൊല്ലിയാൽ ഇനി എന്റെ കയ്യിൽ തരാനൊന്നുമില്ല, ഞാൻ നിന്റെ അടിമയായി വരാം, നിന്റെ ഹാദിമായി വരാം. ജിബ്രീൽ നാലാമതും അത് ചൊല്ലിയെന്ന സയ്യിദുനാ ഇബ്രാഹിം അടിമയായി ചെല്ലാൻ തീരുമാനിച്ചു. തന്റെ ആട്ടിടയന്മാരോട് പറഞ്ഞു, ഈ കാണുന്ന മനുഷ്യൻ പറയുന്നോടത്തേക്ക് ആടുകളെ തെളിച്ചു കൊണ്ടുപോവണം, ഞാനും വരാം. അള്ളാഹുവിന്റെ മുന്നിലേക്ക് ജിബ്രീൽ കൈ ഉയർത്തിയിട്ട് ചോദിക്കാ, റബ്ബേ, നിന്റെ ഖലീലിനെ കുറിച്ച് ഞാൻ സങ്കല്പിച്ചത് ഇങ്ങനെയല്ല. നിഅമൽ ഖലീലു യാ റബ്ബി, അല്ലാഹുവേ, കൂട്ടുകാരിൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ നിന്റെ ഈ കൂട്ടുകാരനാണെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സയ്യിദുനാ ജിബ്രീൽ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ ജിബ്രീൽ, മനുഷ്യവേഷത്തിൽ വന്ന ജിബ്രീൽ, ഇബ്രാഹിം നബി തിരിച്ചറിയാതെ പോയ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ മുഖറബുൽ അംലാക്കായ മലക്കാണ്, ഞാൻ ജിബ്രീലാണ് തങ്ങളെ, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ ആടൊന്നും വേണ്ട, എനിക്കങ്ങയുടെ ആട് വേണ്ട. ഈ നിമിഷം മുതൽ അങ്ങ് അടിമത്തത്തിൽ നിന്നും ഞാൻ എഴുത്തൊക്കെ ചൊല്ലിയിരിക്കുന്നു, അങ്ങ് മോചിതനാണ്. അതൊക്കെ അടിമത്തത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചത് ഞാൻ ഏറ്റു. പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ ഖലീല, ഞാൻ ഒരാൾക്ക് ഒന്ന് കൊടുത്താൽ അത് തിരിച്ചു വാങ്ങുന്ന സ്വഭാവമേ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്ന ആട്ടിൻപറ്റങ്ങളെ ഞാൻ സ്വീകരിക്കില്ലെന്ന് സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹുവിന്റെ ഇടപെടൽ വരുന്നു. ഖലീലുല്ലാഹി തങ്ങളെ വേണ്ട എന്ന് പറഞ്ഞോടത്ത് ജിബ്രീലെ, ആ ആട്ടിൻപറ്റങ്ങളെ അങ്ങ് ദാനം ചെയ്തിട്ട് പോന്നാൽ മതി. ഭൂമിയിൽ സയ്യിദുനാ ജിബ്രീൽ ഈ ആടുകളെയുമായി നടന്ന് അതിനെ ദാനം ചെയ്തിട്ടാ പിന്നെ പോയതെന്ന് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടതൊക്കെ അള്ളാഹുവിന് സമർപ്പിച്ച ആ സമർപ്പണ ബോധത്തിന്റെ മുന്നിലാണ് ഓരോ ദുൽഹജ്ജിന്റെയും പാവനമായ സ്മരണകൾ മനുഷ്യവർഗമേ നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അള്ളാഹു ഖലീലുല്ലാഹി തങ്ങളുടെ മില്ലത്തിലേക്ക് നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ നിർത്തുന്നു.